ഇതുപോലെ നമുക്ക് ചെറിയ ഗിഫ്റ്റ് കാർഡും അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സും ഒക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റിയ ഒരു സ്റ്റോറേജ് ബാഗ് ഉണ്ടാക്കിയല്ലോ. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെയധികം സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനുവേണ്ടി ആദ്യം തന്നെയായിട്ട് ഒരു പേപ്പർ വേണം. ഞാനിവിടെ ഒരു A4 ഷീറ്റ് രണ്ടാക്കി മടക്കി അതിൻ്റെ ഒരു ഭാഗമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ രണ്ട് സൈഡും ഇങ്ങനെ 1 സെൻറ്റിമീറ്റർ വീതിയിൽ ലൈന് വരച്ചു കൊടുത്ത് ഒന്ന് മടക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ലൈന് വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ അളവ് തെറ്റാതിരിക്കാനായിട്ടാണ് ലൈന് വരച്ചത്. എന്നിട്ട് അതൊന്ന് രണ്ടാക്കി മടക്കണം. അപ്പോൾ രണ്ടാക്കി മടക്കുമ്പോൾ കുറച്ച് സ്പേസ് വിട്ട് ഇതുപോലെ കുറച്ച് സ്പേസ് വിട്ട് വേണം മടക്കാനായിട്ട്. അത് നമുക്ക് ഈ ഒരു സ്റ്റോറേജ് ബാഗ് അടയ്ക്കാനുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇതുപോലെ അങ്ങ് വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങ് മടക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ നടുവിലായിട്ട് ഒരു ലൈന് കാണാനായിട്ട് കഴിയും. ആ ലൈനിൻ്റെ മുകളിലേക്കുള്ള ആ ഒരു സൈഡിലുള്ള ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ നോക്കി അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഈ ഒരു സൈഡും നമുക്കങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു രീതിയിലാണ്. ഇപ്പോൾ കണ്ടോ, ഇതുപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി അടുത്തതായിട്ട് നമുക്കിത് രണ്ടാക്കി മടക്കി ഗ്ലൂ ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും നമ്മുടെ ആ ഒരു സ്റ്റോറേജ് ബാഗ് കിട്ടുക. ഇനി നമുക്ക് വേണമെങ്കിൽ ആ അടയ്ക്കണ പോർഷൻ്റെ ആ ഒരു പേപ്പർ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇന്നലെ ചെയ്ത പോലെ കർവ് ഷേപ്പിൽ വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ഡിസൈനായിട്ട് ഞാനിവിടെ ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് ഗ്രിഡ് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്കൈ ബ്ലൂ വെച്ചിട്ട് വീണ്ടും ഒന്ന് അതിൻ്റെ മീതെ കൂടെ തന്നെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. നിങ്ങൾ കവായ് സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ച് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ കവായ് സ്റ്റിക്കർ ഇല്ല, ഉണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ ഇവിടെ ഹാൻഡ് മെയ്ഡ് ഉണ്ടാക്കിയ ഒരു സ്റ്റിക്കേഴ്സാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇന്നലെ ഞാൻ ഈ ഒരു കാർഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരും കണ്ടില്ലെങ്കിൽ വേഗം പോയി കണ്ടോളിൻ. അപ്പോൾ സ്റ്റോറേജ് ബാഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.